ഹലോ, കൊടുക്കാം. ഇതാ എന്റെ ഫ്രണ്ട് നീതു. ഹലോ. പറ ചക്കരെ, ഒരു മിനിറ്റ്. ഇതെന്റെ വേറെ ഫ്രണ്ട് ഡോണ. ഇവരാ എന്റെ ബെസ്റ്റ് ഗഡുകൾ. ഇവൾ ഒരേ സമയം 3-4 പേരെ പ്രേമിക്കുമെങ്കിൽ ഇവൾ ഒരേ സമയം 3-4 മസാല ദോശ തിന്നും. ഇവരുടെ അടുത്തിരിക്കുമ്പോഴും എന്റെ മനസ്സ് മുഴുവൻ ആ ചേട്ടൻ ആരായിരിക്കുമെന്നായിരുന്നു. നീ എന്തൊക്കെ ആലോചിക്കണേ? എനിക്ക് വിശക്കാൻ തുടങ്ങി പിന്നെയും. കാഞ്ഞാണി, ഡേവിഡ് കാഞ്ഞാണി. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാ. ഇതെന്റെ കസിൻ ബ്രദർ കാഞ്ഞാണി, ഡേവിഡ് കാഞ്ഞാണി. തല്ലുള്ളി വായി നോക്കി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ, കുടുംബപ്പേരി കളയാൻ വേണ്ടി ഉണ്ടായവൻ എന്നൊക്കെ കാരണവന്മാര് പറയണ ഐറ്റം. ആളൊരു മുങ്ങൽ പൊങ്ങൽ വിദഗ്ധനാ. ഇടയ്ക്ക് തല്ലുള്ളി തരം കാണിക്കും, മുങ്ങും. പിന്നെ എല്ലാരും അത് മറന്നെന്ന് തോന്നുമ്പോ പൊങ്ങും. ആൾ ആദ്യം മുങ്ങിയത് എന്നാന്ന് ചോദിച്ചാ ഓർമ്മ വന്നു. കാഞ്ഞാണി പണ്ട് അൾത്താര ബാലനായിരുന്ന കാലം. പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെട്ടു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായ്ക്ക് വേണ്ടി ഇതൊരുമാതിരി എല്ലാ ആൾക്കാര ബാലന്മാരും ചെയ്യുന്ന പണിയാ. പക്ഷെ ആള് മുങ്ങിയത് ഇതിനല്ല. സഭയുടെ തലവനും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും. ആ ഇടയ്ക്കാണ് ഞങ്ങളുടെ ഇടവകയിൽ മെത്രാനച്ചൻ ആദ്യമായിട്ടും അവസാനമായിട്ടും സന്ദർശനത്തിന് വന്നത്. അന്ന് മുങ്ങിയ കാഞ്ഞാണി പിന്നെ പൊങ്ങിയത് 3 വർഷം കഴിഞ്ഞിട്ടാ. അരമനെ പോയി മെത്രാന്റെ കാല് പിടിച്ചിട്ട കാഞ്ഞാണിയെ പള്ളിയിലും പിന്നെ വീട്ടിലും കയറ്റിയത്. എനിക്ക് മനസ്സിലാവുന്നില്ല. നീ സീക്കിരം വാ, എല്ലാം കൂടെ എന്നെ ഒസ്താതടേ. കാശ് വാങ്ങാൻ മാത്രം ദണ്ഡികൾക്ക് ഒരു മടിയില്ല. ഞായർതാ മറക്കരുത്. ഇല്ല, പായ്പ്ര ജോസേട്ടന്റെ ആളാന്ന് ചൊല്ലണം, പറയണം. കേട്ടല്ലോ? ശരി സാർ, പറയൂടെ. ശരി. എന്നാ പോ പോ പോ. പുതിയ പരിപാടിയാ, ആത്മീയ ലേബർ സപ്ലൈ. എന്തെന്ന്? ആത്മീയ ലേബർ സപ്ലൈ. ഈ ഞായറാഴ്ച പെരുന്നാളിന്റെ തലേന്ന് പ്രദക്ഷിണത്തിന് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ചെല്ലണമെന്ന നമ്മുടെ അച്ഛന്റെ ഓർഡർ. നമ്മുടെ ഇടവക്കാർക്ക് ഇതിന് വല്ല സമയമുണ്ടോ? ഞാൻ ഓരോ വീട്ടുകാർക്കും ഒരു തമിഴനെയോ പുന്നാടിനോ ഒപ്പിച്ചു കൊടുക്കും. അവര് സന്തോഷത്തോടെ പ്രദക്ഷിണത്തിന് പോകും. നമ്മുടെ ആൾക്കാർ കള്ളും കുടിച്ച് വീട്ടിൽ കിടക്കും. എപ്പടി? ഹല യോ ആൻഡോ ചേട്ടൻ, ചേട്ടൻ കുറിച്ച് നോക്കണ്ട. ചേട്ടനെ ഒരു മുത്തുരാജു എന്നോളും. ചേട്ടൻ 2 അടിച്ച് വീട്ടിൽ കിടന്നുറങ്ങുന്നേ. അല്ല, നീ എന്തിനാ വന്നേ? അതെ ചേട്ടാ, അന്ന് ബസ് സ്റ്റോപ്പിൽ ഒരു ചേട്ടൻ വന്നപ്പോ നിങ്ങൾ എല്ലാരും പേടിച്ചോടിയില്ലേ? അതാരാ? ഓ, അവനാ ഗിരി. ഗിരി പേടിച്ചിട്ടൊന്നുമല്ല, അവനാള് ശരിയല്ല, ആസല് ഗുണ്ട. പണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു, അതിന്റെ കണ്ട് വേറെ. നമ്മളെ പോലുള്ള ബൂർഷകളുടെ ശത്രുവാണവൻ. അവന്റെ മുഖത്ത് പോലും നോക്കരുത്. ഗിരിയോ ഗുണ്ടയോ? മോളോട് ഇതാരാ പറഞ്ഞേ? ഗിരി മരിച്ചുപോയ സഖാവ് മാധവന്റെ മോനാ. സെന്റ് തോമസ് ഡിഗ്രി കഴിഞ്ഞു. ഇപ്പൊ കൃഷിയാ. ആൾക്കതാ ഇഷ്ടം. നിന്റെ കാഞ്ഞാണി ചേട്ടന്റെയും വായ്നോക്കി കൂട്ടുകാരുടെയും ശല്യം കാരണം ഞാൻ ആ ഗിരിയോടൊന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരാൻ പറഞ്ഞേ. അല്ല, മോൾ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചോദിക്കുന്നേ? പോട്ടെ.
ഗിരിയോ സെറ്റപ്പ് ഗടിയല്ലേ? അടിയാണെങ്കിൽ അടി, മര്യാദ ആണെങ്കിൽ മര്യാദ. അവന്റെ കൂടെ എവിടെ പോകാൻ എനിക്ക് ധൈര്യ. പുലിക്കുട്ടിയല്ലേ അവൻ. മോളെ ബ്രേക്ക് ലൈനർ മാറ്റേണ്ടി വരും. 100 അല്ല 1000 രൂപ വേണ്ടി വരും. അത്രയും കാശോ? അത്രയും കാശൊക്കെ വേണ്ടി വരും. അതിന്റെ ഇതൊക്കെ മാറ്റാനുള്ളതാണ്. തരാം. കർത്താവേ, ഒരിക്കലും ഈ കൊച്ചു ബൈക്ക് വെക്കല്ലേ. ഇന്ന് ഉരുട്ടി മറിച്ചിട്ടുകൊണ്ടിരിക്കണേ. ഡോക്ടറെ, ഈ കമ്മിറ്റി മീറ്റിംഗിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യാ? അതൊന്നും സാരമില്ലടോ, താൻ ടെൻഷൻ ആകാതെ. അതൊക്കെ ഗിരിയുടെ അടുത്ത് പറഞ്ഞാൽ മതി, അവൻ നോക്കി. എന്നാ ശരി, ഞാൻ അങ്ങോട്ട്. ഞാൻ പിന്നെ അങ്ങനെ എനിക്കൊഴികെ നാട്ടിലുള്ള എല്ലാവർക്കും ഗിരിയേട്ടൻ അറിയാന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ഗിരിയേട്ടനല്ലേ? നിനക്കറിയോ? അറിയോന്നോ? അങ്ങേരെ കുങ്ഫു മാസ്റ്റർ അല്ലേ? പുള്ളി എന്റെ അനിയൻസ് പഠിക്കുന്ന കുങ്ഫു അക്കാദമിയിലെ മാഷ്. ഏത് അക്കാദമി? എവിടെ? 2 മസാല ദോശ പിന്നെ ഒരു മിൽക്ക് ഷേക്ക്. നിന്നെ ഞാൻ കൊണ്ടുപോവാം. ഇത്രയും പ്രാക്ടീസ് കൊണ്ട് അടുത്ത ആഴ്ച നീ ടൂർണമെന്റ് പോണെങ്ങനെ? ഇങ്ങനെ പോയാൽ നിന്നെ നെഞ്ചത്ത് പഞ്ചാരിമഴ നടത്തും. മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യും. ശരി മാസ്റ്റർ. എന്തേ? ഞാനിവൾക്ക് അയ്യോ അത് എന്റെ അനിയന്മാരെ കാണാൻ വന്നതാ. എന്തിനു ഇമാരെ ഇങ്ങോട്ട് വിടുന്നു? ഫുൾ ടൈം ഉറക്കം, ഒരു പുഷപ്പ് എടുക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല. അതെങ്ങനെയാ? കണ്ട ഫാസ്റ്റ് ഫുഡ് മേടിച്ചു കൊടുത്ത് ഒന്നിനും കൊള്ളാത്ത പരുവത്തിലാക്കിയേക്കല്ലേ. ആദ്യം വീട്ടിലുണ്ടാക്കണ കുറച്ച് കഞ്ഞിയും പയറും കൊടുത്ത് ഇവരെ വണ്ണം കുറയ്ക്കാൻ നോക്കും. എന്നിട്ട് മതി ഈ കുങ്ഫും കളരിയൊക്കെ. അതിന് വീട്ടിലുള്ളവർക്ക് വല്ലതും ഉണ്ടാക്കാനറിയണം. ചെല്ല്, വേഗം പോവാൻ നോക്ക്. തിരിഞ്ഞു നോക്കണ്ട, അങ്ങനെ കളിപ്പില്ല. കയ്യിലാണേ വടി. വാ പോവാം. എന്റെ പൊന്നു ടോമിച്ചോ, താൻ ഈ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടാതെ കേരളത്തിലേക്ക് പാടൂ. ഇവിടുത്തെ ഈ ഹരിതാഭയും ഈ പച്ചപ്പും ഈ കാറ്റും വെയിലും ഇത് വല്ലോ അവിടെ കിട്ടുമോ? ഓ, എത്തിയോ? പോയി കുളിച്ചിട്ട് വച്ചേ. ഊഷ്മളത വേണം, താൻ കേരളത്തിലേക്ക് വരണം. ഊഷ്മളത. ഇങ്ങനെ താൻ മാറ്റിവെച്ച് എത്ര കാലമായിട്ടോ ടോമിച്ച? അമ്മ ഈ പയറേറി ഉണ്ടാക്കണ എങ്ങനെയാ? ഞാൻ വെച്ചോളാം. ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഇതില് തൊട്ടു വരുത് ഇല്ലേ? മോളെ, ഈ പാചകം ആർക്കാനും വേണ്ടി ചെയ്യരുത്. ആളുകൾക്ക് കഴിക്കാനുള്ളതാണ് എന്ന വിചാരം വേണം. എന്തു ചെയ്യുമ്പോഴും ഒരു ലക്ഷ്യം വേണം. അത് വേണം. എന്തീ കാണിക്കുന്ന മോളെ? നീ ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചേ. ആരാ നോക്കട്ടെ. ചെപ്പടിക്കുന്നിൽ ചിന്നിച്ചീലമ്പും ചക്കരപ്പൂതേ ഗിരിയോ? നമസ്കാരം ആന്റി, തിരക്കിലായിരുന്നോ? എന്താ വൈകിയത്? അവന്മാര് കുറച്ച് വൈകിച്ചു.
മുന്തിരി കേടായി പോയ അമ്മാരുടെ തലയിൽ കൂടെ മറക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും നോക്കിയാലോ? എനിക്കറിയാവോ ആരെങ്കിലും? ഞാൻ നോക്കാം ആന്റി. എനിക്ക് അറിയാവുന്ന വേറെ 1-2 പാർട്ടീസ് ഉണ്ട്. എങ്കിൽ അതാ നല്ലത്. വൈൻ ഇടണമെങ്കിൽ നല്ല മുന്തിരി തന്നെ വേണം. ഗിരിക്കറിയാവുന്ന പാർട്ടി ആവുമ്പോ എനിക്ക് വിശ്വാസം. ഞാൻ പറയാം ആന്റി. സുമിത്രൻ എന്ത് പറയുന്നു? ആ സുഖരിക്കും. എന്നാ ഇറങ്ങട്ടെ? ഇരിക്കടാ, ചായ കുടിച്ചിട്ട് പോവാം. ഇല്ല, ക്ലാസ് ഉണ്ട് അക്കാഡമിയിൽ. ശരി. എന്നാ ശരി. കാടിൻ കുഞ്ഞെ നീ എന്റെ മനോടൊപ്പം. ആ ആരാൻറ്റി വന്നേ? അതാണ് ഗിരി. നീ കണ്ടിട്ടില്ലേ? എത്രയോ തവണ അവനോട് വന്നിരിക്കുന്നു. എന്റെ കെട്ടിയോൻ കുംഫുക്കാരൻ ടോമിച്ചിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. ഇച്ചായന്റെ കൂടെ പണ്ട് തൊട്ടേ അവനോട് വരുമായിരുന്നു. എനിക്ക് വലിയ സഹായം അവൻ. അവന്റെ അമ്മ സുമിത്രയും ഞാനും ഒരുമിച്ച് പഠിച്ചതാ. പാവം, അവക്ക് മാധവേട്ടൻ മരിച്ച പിന്നെ ഗിരി മാത്രമേ ഉള്ളൂ. അവൻ അമ്മയും. എത്ര വേണേലും പഠിക്കായിരുന്നു അവന്. പക്ഷെ അവനിഷ്ടം കൃഷിയും നാട്ടുകാര്യങ്ങളും ഒക്കെ നോക്കി നടത്തുന്നതാ. ആ തീരുമാനം എനിക്കിഷ്ടായി. നാട്ടിലെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാത്രം പോരല്ലോ, കൃഷി ചെയ്യാനും ആരേലും വേണ്ടേ? സുമിത്ര നന്നായി കവിതകൾ എഴുതുമായിരുന്നു പണ്ട്. അപ്പോഴാണ് അവള് തീപ്പൊരി സഖാവ് മാധവനെ പ്രേമിച്ചു കെട്ടിയത്. വീട്ടുകാര് പുറത്താക്കി. അതോടെ എഴുത്തും പഠിപ്പും നിന്നു. എന്നിട്ട് അവളിപ്പോ ഒന്നും എഴുതാറില്ല. ഗിരിക്ക് അമ്മ എഴുതാത്തതിൽ നല്ല വിഷമമുണ്ട്. അവനെ നോക്കാനുള്ള കഷ്ടപ്പാടിനിടയിൽ അമ്മയുടെ സ്വപ്നം തകർന്നു പോയിന്നാ അവൻ പറയുന്നത്. അവൻ കരയുന്നത് ഒരിക്കലേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതീതും പറഞ്ഞിട്ടാ. പാവം ചെക്കൻ. നല്ല ചേട്ടനാണല്ലേ? ദുബായിലുള്ള എന്റെ മോള് ഹെലൻ അവനേക്കാൾ ഇളയതായിരുന്നേൽ ഞാൻ അവളെ ഗിരിക്ക് ആലോചിച്ചേനെ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. നമ്മുടെ നാട് വിട്ടോടി കാഞ്ഞാണിയും ഗിരിയും ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലോ. അവന് ഗിരിയെ ശരിക്കും അറിയാം. ഒന്നിച്ചു പഠിച്ചതാ? എന്നോട് പറഞ്ഞില്ലല്ലോ. എന്ത്? ഏയ് ഒന്നില്ല. ഹായ് ശ്രീലക്ഷ്മി. ഹായ്. ബാബാ, എങ്ങനുണ്ട് എന്റെ പുതിയ ബിസിനസ്? ഭാവിയുടെ താരമാണ് മോളെ ഇന്റർനെറ്റ്. അത് നമ്മുടെ നാട്ടിൽ ആദ്യം തുടങ്ങിയതോ ഈ ഡേവിഡ് കാഞ്ഞാണി. അയ്യേ, ഇത് ഇമ്മോറൽ ട്രാഫിക് അല്ലേ? എന്ത് ട്രാഫിക്? ഇമ്മോറൽ. പാവം കുട്ടികൾ, അവർക്ക് ഒരുമിച്ച് വന്നിരിക്കാനുള്ള ഏക സ്ഥലമായത്. ഇന്റർനെറ്റ് ഉപയോഗിക്കാം, സ്വസ്ഥമായി സൊല്ലുകയും ചെയ്യാം. എനിക്ക് കാശും കിട്ടും. അയ്യേ. എന്തായേ? അല്ല, നീ എന്താ ഇവിടെ ബ്രൗസ് ചെയ്യണോ? എനിക്ക് ബ്രൗസ് ഒന്നും ചെയ്യണ്ട. അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നേ. എന്താ കാര്യം? ഈ ഗിരിയേട്ടനും ചേട്ടനും ഒരുമിച്ച് പഠിച്ചാണല്ലേ? നീ കുറെ നാളായാലും ആലപനത്തെ പറ്റി ചോദിക്കുന്നു. എനിക്ക് പറയാൻ മനസ്സില്ല. മര്യാദക്ക് പറഞ്ഞാലും ഞാൻ ഇത് വീട്ടിൽ പറഞ്ഞു കൊടുക്കും. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. അപ്പോഴേക്കും പണിഞ്ഞു. പറയാം, ഒക്കെ പറയാം. എനിക്ക് വയസ്സറിയിച്ച കാലം മുതൽ അവനെ എനിക്കറിയാം. വയസ്സറിയിച്ചാലോ? അതെന്താ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമേ വയസ്സറിക്കാൻ പറ്റൂ? ഞങ്ങൾ ആണുങ്ങൾക്ക് അത് ബാധകടി. ഞങ്ങൾ 3 പേരും തിക് ഫ്രണ്ട്സ് ആയിരുന്നു. ഞാനും ഗിരിയും പിന്നെ അവളും. അവനും അവളും തമ്മിൽ മുടിഞ്ഞ പ്രേമവും. പ്രേമോ? കട്ടപ്രേമം. എന്നിട്ടെന്താ, എല്ലാ പെൺകുട്ടികളെയും പോലെ അമേരിക്കന്ന് നല്ലൊരു ആലോചന വന്നപ്പം അവള് കല്യാണം കഴിച്ചിട്ട് പോയി. അന്ന് മുതൽ ഗിരി എന്നോട് മിണ്ടാതുമായി. അതിന് ചേട്ടൻ എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല, എന്റെ അപ്പനാ ചെയ്തത്. അപ്പനോ? എടി അവളാടി, നിന്റെ അമേരിക്കനുള്ള കസിൻ, എന്റെ ഇരട്ട സഹോദരി ജൂലി കാഞ്ഞാണി. ജൂലി ചേച്ചി. കർത്താവേ, ഞാനും കഴിച്ചാണല്ലോ കല്യാണത്തിന് 2 പ്ലേറ്റ് ബിരിയാണി. അന്നൂരി മാറ്റിയതാ അവനാ ബുള്ളറ്റിന്റെ ബാക്ക് സീറ്റ്.
മതി പൊയ്ക്കോ, പിന്നെ സൊള്ളാം. ശരി. മോളെ, ഒരു 5-6 പേരെ പ്രേമിച്ചതിന്റെ ചെറിയ എക്സ്പീരിയൻസ് വെച്ച് പറയാം. ഒരു പെണ്ണ് പറ്റിച്ചിട്ട് പോയ ഒരാണിന് പിന്നെ ലോകത്തെ സകല പെൺകുട്ടികൾക്കും കളിയായിരിക്കും. അതും ആ പാവൻ ചേട്ടനെ പറ്റിച്ചിട്ട് പോയത് ഒരു വലിയ കാശാരി. ആ കാശാരി പോരാത്ത നിന്റെ കുടുംബക്കാരി ബെസ്റ്റ്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് ഇഷ്ടമാന്ന് ഞാൻ പറയും. നിന്നെ കണ്ട പുള്ളിക്ക് തിരിച്ചറിയുന്ന പോലെ സംശയം. അപ്പോഴാ നീ ഇഷ്ടം പറയാൻ പോണേ. നീ എങ്ങനെ പറയും? അതൊക്കെ ഞാൻ പറയും. എന്റെ കർത്താവ് യൂദാസ്ലിഹ എനിക്കൊരു വഴി കാണിച്ചു തരും. കാണിച്ചു തരില്ലേ? ആഹാ, നിങ്ങൾക്ക് ഇതൊക്കെ നന്നാക്കാൻ അറിയാവോ? ഇത് വല്ലതും അറിഞ്ഞിട്ടാണോടി? കാറ് കേടാവുന്നു, നമ്മൾ ബോണറ്റ് പൊക്കി നോക്കുന്നു. എല്ലാരും എല്ലാം അറിഞ്ഞിട്ടാണോടി? കാശ് കൊടുത്ത് പുതിയ കാറ് മേടിക്കാതെ പൊട്ട കാറും കൊണ്ട് ഇറങ്ങിക്കോളും. നന്നാക്കിട്ട് വന്നാൽ മതി, ഞാൻ നടന്നു പോവാം. എന്തു പറ്റി ഡോക്ടറെ? വണ്ടി പണിയാക്കിയാ? ഗിരിയോ, വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ്. ഇനി വല്ല ടാക്സിയും വിളിക്കണം. ഓ, ഇനിയിപ്പോ ഇത്രയും ദൂരല്ലേ ഉള്ളൂ, ഞാൻ കൊണ്ടാക്കാം. വാ കയറിക്കോ. താങ്ക് യു. ഗിരി, ഒരു മിനിറ്റ്, ഞാൻ ചാവി ഒന്ന് എടുത്തോട്ടെ. ഞാൻ ഈ വണ്ടി ഒന്നും എടുക്കാനില്ലല്ലോ അല്ലേ? എന്തേ നടന്നു പോണില്ലേ? എവിടെ പോയിട്ട് വരുന്ന വഴിയാ? നമ്മുടെ പനക്കലെ ഫ്രാൻസിസിന്റെ മോളുടെ കല്യാണത്തിന് പോയിട്ട് വരുവാ. ഓ, ഞാൻ കേട്ടു. റെക്കോർഡ് ശ്രീധനായിരുന്നില്ലേ? പിന്നെ 200 പവനും. എന്റെ ഡോക്ടറെ, നിങ്ങൾ ഈ കാശുകാരി ശ്രീധനം കൂട്ടിക്കൂട്ടിയത് എങ്ങോട്ടാ പോകുന്നു? നാണാവൂലേ നിങ്ങൾക്ക്? പെട്ടു പോണത് പാവങ്ങളാ. നമ്മുടെ ആ ഗോപാലന്റെ പെൺമക്കൾ 3. അയാളെ പോലെ പാവങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് ഈ സ്ത്രീധനം കൊടുക്കുന്നവരെയും വാങ്ങുന്നവരെയും കാണുന്നതേ കലിയ. അത് പിന്നെ ഗിരിയെ പോലുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഈ പാവങ്ങളെ സഹായിക്കാനും സമൂഹ വിവാഹം നടത്താനും ഒക്കെ അല്ലേ? എന്താടാ വണ്ടിയില്? കുറച്ച് ചാണക സാറ്. ചാണകോ? ആ വണ്ടിയുടെ ബുക്കും പേപ്പറും സാധനം എടുത്തില്ലടാ. നീ എന്താടാ പുറത്തോട്ട് ഇറങ്ങത്തില്ലേ? നിന്റെ കാലെന്താടാ തളർച്ചയാണ്? ആരാ സാറേ? എസ് ഐ ജോർജാണോ? സാറിന്റെ പേര് പറയാടാ. എന്താടോ അവിടെ? സാറേ, ഏതോ ഒരു കിരി, അവന് പുറത്തോട്ടിറങ്ങാൻ വലിയ പ്രയാസമാണെന്ന്. എന്തിനാണ് വെറുതെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളത് നിർബന്ധിച്ചിറക്കണേ? അവനോട് വിട്ടു പോകാൻ പറയടോ. കുറച്ച് ചാണകം എടുക്കട്ടെ? വേണ്ട, കണ്ടാത്തോണ്ട. അല്ല, ഗിരിക്ക് എസ് ഐ നേരത്തെ പരിചയമുണ്ടോ? പണ്ട് വിപ്ലവം തലക്കി പിടിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ തമ്മിൽ നിന്ന് ഉരസിയതാ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഞങ്ങൾ രണ്ടാൾ അകത്തായിരുന്നു. അയാൾ ICUയിലും ഞാൻ ജയിലിലും. പപ്പ, എന്നെ കിട്ടുന്ന ആൾക്ക് പപ്പ എത്ര രൂപ സ്ത്രീധനം കൊടുക്കും? അതെന്നാടി മോളെ നീ അങ്ങനെ പറഞ്ഞേ? ഞങ്ങൾക്കുള്ളത് മുഴുവൻ നിനക്കല്ലേ? എല്ലാം കൊടുത്തേക്കാം സ്ത്രീധനായിട്ട്, പോരെ? 10 പൈസ കൊടുക്കരുത്. അഥവാ അങ്ങനെ ആരെങ്കിലും വന്നാ അവർക്ക് അമ്മ കെട്ടിച്ചു കൊടുത്തോ.
പ്രതികരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടി വി ഓഫ് ചെയ്ത് പോയിട്ട് നേരെ തുറന്നു വെച്ചേ കത്തിലേക്ക് കിടക്കുകയാണ്. ഇങ്ങോട്ട് വാ മനുഷ്യൻ. ആദ്യത്തെ കത്ത്. അവള് കണ്ടോട്ടെ. അത്താണിയിൽ നിന്ന് സുമ എഴുതുന്ന കത്ത്. ഇതെങ്ങനെ ശരിയാകും? പൂജ വലിയ വീട്ടിലെ കുട്ടിയല്ലേ? ഗിരി ഒരു പാവം കർഷകനല്ലേ? ഒരു ഡോക്ടർ ഒരു കർഷകനെ കെട്ടിയെന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ മയ്യനാട്ടിൽ നിന്ന് ഫാത്തിമ എഴുതുന്നത് ആരെന്ത് പറഞ്ഞാലും ആ കുട്ടിക്ക് അയാളെ ഇഷ്ടമാണ്. അതല്ലേ പ്രധാനം. തിരൂരിൽ നിന്ന് സുന്ദരൻ കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുന്നു. ആ കുട്ടിക്ക് ഇഷ്ടമാണ് എന്ന് വെറുതെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അവൻ എവിടെയാ താമസിക്കുന്നതെന്നെങ്കിലും പൂജയ്ക്ക് അറിയാമോ? പൂജ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നാൽ അവനെ വേറെ ആരെങ്കിലും കയറി പ്രേമിച്ചാലോ? നിങ്ങൾ കഴിഞ്ഞ ആഴ്ച സംപ്രേഷണം ചെയ്ത ചിത്രഗീതം പരിപാടിയിൽ സ്ഫടികം എന്ന സിനിമയിലെ മോഹൻലാലും സിൽക്ക് സ്മിതയും അഭിനയിച്ച ഏഴിമല പൂഞ്ചോല എന്ന ഗാനം ഇടയ്ക്ക് വെച്ച് നിന്നുപോയത് വളരെ മോശമായി പോയി. ഇനിയും തുടർന്നു വരുന്ന ചിത്രഗീതങ്ങളിൽ ആ ഗാനരംഗം മുഴുവനായും കാണിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ആരാണ്? സുഗുണൻ കുണ്ടറയിൽ നിന്നും. സുഗുണന്റെ ഇത്തരം സന്ദർഭങ്ങളിൽ അന്ന് വരെ നല്ല അന്തസ്സായിട്ട് കടന്നുറങ്ങിയിരുന്ന ഞാനാ അന്ന് മുതൽ നിദ്രാദേവി എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിറ്റേന്ന് തന്നെ ഗിരിയേട്ടന്റെ വീട് കണ്ടുപിടിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ ടോമിച്ച തന്നോട് ഇത് എത്ര തവണ പറയണം? താൻ ഈ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടണോ? ഇങ്ങോട്ട് പാടോ. ഈ കേരളത്തിന്റെ ഹരിതാഭയും ഈ പച്ചപ്പൂ ഈ ഊഷ്മളതയും ഇത് വല്ലോ അവിടെ കിട്ടുകൂടോ? താൻ ഇഞ്ഞു വാടോ. ടോമിച്ച ഒറ്റ മിനിറ്റ്. മോളിത് എങ്ങോട്ടാ? പുറത്തേക്ക് ഒരാളെ കാണാൻ. ഇപ്പൊ പോണ്ട മോളെ, നല്ല മഴ വരുന്നുണ്ട്. അത് സാരല്ലോ അപ്പേ, ഞാൻ മഴയ്ക്കും പോന്നോളാം. പറഞ്ഞാ കേക്ക് മോളെ. ഇപ്പൊ പോവണ്ട. എനിക്കിപ്പോ പോണം. ഇപ്പൊ പോവണ്ട. ഇതെന്തിപ്പം പോയാ? ഞാൻ പറഞ്ഞാണല്ലോ രാവിലെ പോണ കാര്യം. പൊയ്ക്കോ പൊയ്ക്കോ. എടോ ടോമിച്ച. ടാറ്റാ.